ഏറ്റവും സില്ലി ആണെന്ന് തോന്നുന്ന പോലത്തെ ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. വൈ ഡു കപ്പിൾ ഫൈറ്റ്? ഒരുപാട് പേര് വന്ന് തുറന്ന് സംസാരിച്ച ഒരു സ്പേസിൽ ഇരുന്നിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് എന്താണ് ഒരു ഒബ്സർവേഷൻ? വാട്ട് ഈസ് ദ കീ പോയിന്റ് ദാറ്റ് യുനോ? കാണാത്തത് കൊണ്ട്, അറിയാത്തത് കൊണ്ട്, മിണ്ടാത്തത് കൊണ്ടെന്ന് ഞാനിങ്ങനെ ചുരുക്കി പറയാം. കാണുന്നില്ല, വിച്ച് ഇസ് പ്രയോറിറ്റി. ഐ ഡോണ്ട് ഫീൽ ദാറ്റ് ഐ ആം ഹിസ് പ്രയോറിറ്റി എനിമോർ. ഐ ഫീൽ ഐ എം റീപ്ലേസ്ഡ്. ദിസ് ഇസ് എ റീസൺ. മിണ്ടുന്നില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. നിനക്കത് മനസ്സിലായില്ലേ? ചില കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേനും നിനക്കത് ഇത്ര നാളായിട്ട് മനസ്സിലായില്ലേ? എല്ലാം പറയേണ്ട ആവശ്യമുണ്ടോ? കുറേയൊക്കെ മനസ്സും കണ്ടറിഞ്ഞൊക്കെ ചെയ്തുകൂടെ? ദർ ഇസ് നോ കമ്മ്യൂണിക്കേഷൻ. അറിയാത്തത് കൊണ്ട് വി ആർ നോട്ട് ഫീലിംഗ് എനിമോർ. വി ആർ ജസ്റ്റ് റാൻഡംലി റോബോട്ടിക്കായിട്ട് രണ്ട് ലൈഫ് ഇങ്ങനെ ജീവിച്ച് പോവുകയാണ്. നമ്മൾ പരസ്പരം അറിയുന്നേ ഇല്ല. ഇപ്പോൾ PMA ഗഫൂറിൻ്റെ പുതിയ പുസ്തകമുണ്ട്, നീ തൊട്ടു അല്ല അവർ തൊട്ടു നീ തലോടി പറഞ്ഞിട്ട്. അതിനകത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, റിലേഷൻഷിപ്പിലാവുക എന്ന് പറഞ്ഞാൽ രണ്ട് പുഴകൾ ഒരുമിച്ച് ഒഴുകാൻ തുടങ്ങുകയാണ്. രണ്ട് ദിശയിൽ ഒഴുകിയ പുഴകൾ ഒരുമിച്ച് കൂടുമ്പോൾ ആ കൂടിയ സ്പേസ് എങ്ങനെയായിരിക്കും? പരസ്പരം ഒരു ഫൈറ്റ് ഉണ്ടാകും, അത് മുഴുവൻ കലങ്ങി മറിഞ്ഞതായിരിക്കും, തെളിഞ്ഞ വെള്ളമായിരിക്കില്ല. അവരൊരുമിച്ച് കുറച്ച് കാലം ഒഴുകി തുടങ്ങി കഴിയുമ്പോഴേ പിന്നെ നദി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ക്ലിയർ ആയിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും പഴയ കാലത്ത് പറയും ഒരു 5 കൊല്ലം റിലേഷൻഷിപ്പിന് നമുക്ക് കൊടുക്കാം. അപ്പോൾ പഴയ ഐഡിയോളജിയിൽ നിന്ന് വരുന്നവർ ആ 5 കൊല്ലം കൊണ്ട് പരസ്പരം മനസ്സിലാക്കി അങ്ങോട്ട് മുമ്പോട്ടേക്ക് പോകും. നമ്മുടെയൊക്കെ സമയത്ത് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ സമയമേ കൊടുക്കുന്നില്ല. നമ്മുടെ എക്സ്പെക്റ്റേഷൻ നമ്മൾ ഒരുമിച്ച് കൂടി, നമ്മുടെ ഇഷ്ടങ്ങളൊന്നാണല്ലോ, നമ്മുടെ താല്പര്യങ്ങളൊന്നാണല്ലോ, നമ്മുടെ ചിന്തകളൊന്നാണല്ലോ, പിന്നെ എന്തിനാ ഫൈറ്റ്? അങ്ങനെ ആയിരിക്കുമോ? അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ കാണുന്നുമില്ല, മിണ്ടുന്നുമില്ല, അറിയുന്നുമില്ല പരസ്പരം. പണ്ട് എൻ്റെ അടുത്ത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് വളരെ എൻ്റെ ഒരു മെൻറ്റർ പോലെ ഇരിക്കുന്ന ഒരാൾ പറഞ്ഞതാണ്, കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ എൻ്റെ കൂടെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഹീ ടോൾ മീ, എൻ്റെ വീട് നിൻ്റെ വീട്, എൻ്റെ കൂട്ടുകാർ, എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ സാധനം ഇതൊക്കെ മാറി ഇപ്പം നമ്മുടെ വീട്, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ കാര്യങ്ങൾ എന്നതിലേക്ക് നമ്മൾ മാറുന്നൊരു പോയിന്റ് വരും. അവിടെയാണ് നിങ്ങൾ മാരീഡ് ലൈഫ് തുടങ്ങുന്നുള്ളൂ. അതിന് നിങ്ങൾ ഒരു ദിവസം എടുക്കണോ, 10 വർഷം എടുക്കണോ, 15 വർഷം എടുക്കണോ എന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ എന്ന് പറയും. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പേരൻറ്റിങ്ങിനകത്ത് ഇരിക്കുമ്പോൾ ഒരു അമ്മമ്മ മീൻസ് ഗ്രാൻഡ് മദറാണ്. ഷീ ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് 65. പുള്ളിക്കാരത്തി അപ്പോഴും പറയാണ് എൻ്റെ വീട്ടിലിങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ 65 ഇയർ ആയിട്ട് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീടെന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ഉദ്ദേശിക്കുക? ദ വീട് ദാറ്റ് ഷീ മെയ്ഡ് അല്ലേ? ചൈൽഡ്ഹുഡിൽ വളർന്ന അവിടെ വീട് ഇടയ്ക്ക് ഇതുവരെ വണ്ടി കിട്ടിയിട്ടില്ല. ആ ഒരു വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ റിലേഷൻഷിപ്പിൽ വരുമ്പോഴത്തേന് എൻ്റെ അമ്മയോട് നിങ്ങൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു, എൻ്റെ അച്ഛനോട് നിങ്ങളുടെ അച്ഛൻ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയണേ. ഈ എൻ്റെ അമ്മയോട് നിങ്ങളുടെ അച്ഛൻ സംസാരിച്ചത് അവർ രണ്ടുപേരും 2 അഡൽട്ട്സ് ആയിട്ടുള്ള കാര്യമല്ലേ? ഞാൻ എന്തിനാണ് അതിനകത്ത് വാളും പരിചയമെടുത്ത് ചാടണേ? എൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ ഓക്കെ, ഇപ്പം എൻ്റെ അമ്മയുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു, ഐ ക്യാൻ ഡെഫിനറ്റ്ലി പറയാം അത് മോശമായി പോയി എന്ന് പറഞ്ഞാൽ അത് ഫൈറ്റ് ചെയ്യാനുള്ള കഴിവ് അമ്മയ്ക്കില്ലേ? എന്തോരം റിലേഷൻഷിപ്പാണെന്നറിയോ വെറുതെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് പറഞ്ഞ് വഴക്കുണ്ടാക്കി പോണത്. അവർ കല്യാണത്തിലേക്ക് പോലും എത്തില്ല. അതായത് കല്യാണത്തിലേക്ക് സംസാരിക്കുമ്പോഴത്തേനും നിങ്ങളുടെ അച്ഛനുണ്ടല്ലോ, എൻ്റെ അച്ഛനോട് ഇങ്ങനെയാ സംസാരിച്ചത്, വളരെ മോശമായിപ്പോയി. എന്നാൽ ഈ അച്ഛനൊക്കെ പ്രശ്നമൊന്നും തോന്നിയില്ല, അമ്മയ്ക്കും പ്രശ്നം തോന്നിയില്ല. ഞങ്ങൾ കാരണവന്മാർ അങ്ങനത്തെ ഒരു രീതിയാണെന്നാണ് അവർ പറയണത്. പക്ഷേ ഈ കുട്ടിക്ക് വലിയ പ്രശ്നം തോന്നി. ഞാൻ പറയുന്നത് തെറ്റാണെന്നും ശരിയാണെന്നും അല്ല, പിക്ക് യുവർ ഫൈറ്റ്സ് എന്നാണ്. എല്ലാത്തിനും എടുത്ത് വെക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ ശരിക്കും അപ്പം ഇപ്പം നമ്മൾ എവിടുന്നാ വന്നേ? റിലേഷൻഷിപ്പ് വേണം നമ്മൾ പറഞ്ഞു. നമ്മളിപ്പോൾ പക്ഷേ അടി ഉണ്ടാക്കുന്നതും പരസ്പരം മിണ്ടാതിരിക്കുന്നതും എന്തിൻ്റെ പേരിലാണ്? ഇത് നമ്മളെ മറ്റേ കേരള ഇന്ത്യൻ കോൺസെപ്റ്റിൽ കല്യാണം ഇസ് അബൌട്ട് 2 ഫാമിലീസ് വെഡിങ് ഈച്ച് അതർ എന്ന് ചേതൻ ഭഗത് പറഞ്ഞതുപോലെ ഇരിക്കും. അതിനൊക്കെ വഴക്ക്. ഇപ്പം എനിക്ക് ഒരു ക്ലയൻറ്റ് ഉണ്ട്, 3 മാസമായിട്ട് അവർ പരസ്പരം മിണ്ടിയിട്ടില്ല. വൈഫിൻ്റെ വീട്ടിലും ഹസ്ബൻഡിൻ്റെ വീട്ടിലുമാണ്. അവർ കാക്കനാട് ഒരു ഫ്ലാറ്റ് റെന്റ് കൊടുക്കുന്നുണ്ട്, ചുമ്മാ അവിടെ കിടപ്പുണ്ട്. അതിൻ്റെ റീസൺ അവളുടെ അമ്മ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു അവിടെ, അച്ഛനോട് സംസാരിക്കാതെയാണ് വീട്ടിൽ കയറി പോയത് എന്നുള്ളതാണ് കൺസേൺ. അപ്പോൾ അച്ഛനോട് സംസാരിക്കാതെ കയറി പോകുന്ന പറഞ്ഞാൽ അത് ഭയങ്കര ഡിസ്റെസ്പെക്റ്റ് ആണ്. ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് ആ മകന് തോന്നിയെങ്കിൽ അത് തീർച്ചയായിട്ടും പറയാം. അവിടെ അതും കഴിഞ്ഞ് ഭാര്യയോടൊരു വലിയ വഴക്ക്. ഭാര്യ പോയിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ അങ്ങനെ ചെയ്യരുത്, അച്ഛനോട് മിണ്ടണം. അപ്പം അമ്മ പറഞ്ഞു അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അതൊരു വലിയ പ്രശ്നമാണോ? അപ്പം അച്ഛൻ മരുമോള് പോയിട്ട് അമ്മായപ്പനോട് മിണ്ടുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഏട്ടൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ അയ്യോ എനിക്കങ്ങനെ തോന്നിയില്ല എന്ന് പുള്ളിയും പറഞ്ഞു. ഓക്കെ, പിന്നെ ഇപ്പം ഇവിടെ ആർക്കാ പ്രശ്നം? അതെ 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 അതെ. പക്ഷെ ഇത്
എന്താ പറയണ, കുരു കഴിക്കുന്ന പോലെ അഴിക്കാൻ വേണ്ടി കുറേ സമയം എടുക്കും. ഇത് സംസാരിച്ചില്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു സാധനം തുടങ്ങി വർഷങ്ങൾക്ക് ഇപ്പുറമായിരിക്കും ഇതൊക്കെ പുറത്തു വരിക. അന്നേ നിന്റെ അച്ഛൻ അങ്ങനെ വർത്താനം പറയാറുള്ളൂ, അന്നേ നിന്റെ അമ്മ ഇങ്ങനെ കാണാറുള്ളൂ. പക്ഷെ ഇതൊക്കെ നമ്മൾ എടുക്കുന്നത് നമുക്ക് നമ്മുടെ ഐഡന്റിറ്റിക്ക് വരുന്ന പ്രശ്നങ്ങളായിട്ടാണ്. അപ്പോൾ യു ഡിഫൈൻ യുവർ ക്ലാരിറ്റി. നിങ്ങൾ ഇതിനൊക്കെ വേണ്ടി വഴക്കുണ്ടാക്കാനാണോ ഈ എന്താ പറയുക റിലേഷൻഷിപ്പിൽ ഇറങ്ങിത്തിരിക്കുന്നേ? ഞാൻ ഈ മഞ്ഞ സാരി എടുത്തു, എൻ്റെ ഹസ്ബൻഡ് മഞ്ഞ കളർ ഇഷ്ടമല്ല എന്ന് വിചാരിക്കൂ. പുള്ളി ഒന്ന് എനിക്ക് മഞ്ഞ സാരി മാത്രമേ കിട്ടിയുള്ളൂ, അതിന്റെ പേരിൽ എനിക്ക് ഒരു വഴക്കുണ്ടാക്കിക്കൂടെ? വേണമെങ്കിൽ ദാറ്റ്സ് മൈ ചോയ്സ് അല്ലേ? അല്ലെങ്കിൽ ഐ ക്യാൻ സേ ഇഷ്ടപ്പെട്ടില്ലേ, എനിക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടമായിട്ടോ, നെക്സ്റ്റ് ടൈം ഞാൻ ഈ സാരി വേറെ മാറ്റി എടുത്തോളാം. ഐ ക്യാൻ അറ്റ്ലീസ്റ്റ് ഡിസൈഡ് അദ്ദേഹത്തിന്റെ കൂടെ പോകുമ്പോൾ എനിക്ക് സാരി കൊടുക്കണ്ട. ഇതൊരു ചോയ്സ് ആണ്. ഇനി പുള്ളിയോട് എനിക്ക് പറയാം ദാറ്റ്സ് കംപ്ലീറ്റ്ലി മൈ പേഴ്സണൽ സ്പേസ്, എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ എടുക്കട്ടെ. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്, ബട്ട് ദാറ്റ്സ് ഫൈൻ. അതും ഓക്കെ അല്ലേ? പക്ഷെ ഈ നാവിഗേഷൻസ് ഒന്നും ഇല്ലല്ലോ. ദാറ്റ്സ് വൈ ദേ ആർ ഫൈറ്റിംഗ്. സോ ഐ വാണ്ട് യങ് അഡൽട്സ് ടു ലേൺ ദിസ് നാവിഗേഷൻസ്. ബേസിക്കലി ദിസ് കംസ് ഫ്രം പേരന്റിങ് ഓൺലി. നമ്മൾ അടി ഉണ്ടാക്കാൻ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. അടി ഉണ്ടാക്കാതിരിക്കുക എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിപ്പിക്കുക. ഒരു സാധനം എടുത്തോണ്ട് പോയി, നിന്നെ കാണാൻ കൊള്ളില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എന്താ, നിന്നെ കാണാൻ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ നീ അത് മൈൻഡ് ചെയ്യണ്ട, അല്ല നീ രണ്ടെണ്ണം തിരിച്ചു പറയൂ. ഇത് രണ്ടും അല്ലാതെ എന്താ ഓപ്ഷൻ? അത് നമ്മളെന്താ പഠിപ്പിക്കാത്തെ? ഇതാണ് ആക്ച്വലി ഇത് ബേസിക്കലി പേരന്റിങ്ങിലെങ്കിലും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ചില കാര്യങ്ങൾ പറയില്ലേ, അവൾ എൻ്റെ സാധനം എടുത്തോണ്ട് പോയി എന്നൊക്കെ പറയും. ഇപ്പോൾ എനിക്ക് 2 മക്കളുണ്ട്. ചിലപ്പോൾ വന്ന് പറയാം അമ്മ അവൾ എടുത്തിട്ട് പോയി. അപ്പം ഞാൻ ചോദിക്കാം അപ്പോൾ അമ്മ പോയി പറയാ അവളോട് തിരിച്ചു തരാൻ വേണ്ടി. ഞാൻ കൂടെ വരാം, നീ സംസാരിക്കേ, ഓക്കെ എനിക്ക് തിരിച്ചു തരണം. ഞാൻ ചോദിക്കും ഇങ്ങനെയാണോ പറയാ? കുറച്ചുകൂടെ റെസ്പെക്ട്ഫുൾ ആയിട്ട് പറയാൻ പറ്റൂലേ? അപ്പൊ ഷീ മൈറ്റ് ഹാവ് ഹെർ ഓൺ എക്സ്പ്ലനേഷൻസ് ടു ഡു ഇറ്റ്. ലെറ്റ് ദം സിറ്റ് ആൻഡ് ടോക്ക്. അപ്പൊ അവർ കുട്ടികളായതുകൊണ്ട് ഞാൻ കൂടി ഇരിക്കാം, ഇങ്ങനെ ഒന്ന് പഠിപ്പിക്കണം. അപ്പോൾ വലുതായി കഴിയുമ്പോഴത്തേനും ഒരു സാധനം ഇപ്പോൾ ഞാൻ എപ്പോഴും കോട്ടയം ഒരു എക്സാമ്പിളാണ്. സംയുക്ത വർമ്മ പറയാറില്ലേ എന്ന് വെച്ചാൽ ബിജു പറയുന്ന വെഞ്ചാമരം ഇട്ടുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന്, വലിയ കമ്മലിട്ട് ഇറങ്ങുമ്പോൾ ദാറ്റ് ഈസ് ഓൾസോ റീസൺ ടു ഫൈറ്റ്. If you want, that's a choice. അപ്പൊ പുള്ളിക്കാരത്തി എന്താ പറയുക, വെഞ്ചാമരം ആയിട്ടില്ല, കുറച്ചും കൂടി വലിയൊരു വെഞ്ചാമരം നെക്സ്റ്റ് ടൈം ഞാൻ ഇടുന്നുണ്ടെന്നാ പറയാം. ഐ വുഡ് സേ നമുക്കിങ്ങനെ സൈക്കോളജിയിലൊരു ഫറയ്ക്ക് അറിയാൻ പറ്റില്ല, നമ്മൾ കോൺസെപ്റ്റ് പഠിക്കുന്നുണ്ടല്ലോ. അതായത് ഫറ എടുത്ത് ഞാൻ പറയണം യു ലുക്ക് ലൈക്ക് എ ജിറാഫ്, ഓക്കെ യു സൗണ്ട് ലൈക്ക് എ ഫോക്സ്. എവിടെയെങ്കിലും ഹേർട്ട് ആവോ? എനിക്കാവില്ല. ഞാൻ പറയാണ് ഫറ കുറച്ചും കൂടിയൊക്കെ ശ്രദ്ധിക്കാം, നിങ്ങളൊരു ആക്ടിങ് ഫീൽഡിലൊക്കെ ഉള്ള ഒരാളല്ലേ, കുറച്ചും കൂടി നമുക്ക് ബോഡിയെ കുറിച്ച് കോൺഷ്യസ് ആവാം, കുറച്ചുകൂടി മേക്കപ്പിലൊക്കെ ശ്രദ്ധിക്കാം, ഹെയർ ഒക്കെ കുറച്ചും കൂടി റെഡി ആക്കാം. അപ്പോൾ കൺസേൺ കുറച്ചെങ്കിലും എവിടെയെങ്കിലും. പിന്നെ ഓഫ് കോഴ്സ് ദിസ് ഈസ് ഹാപ്പനിങ് ഓൺലി ബിക്കോസ് യു ഹാവ് വൾണറബിലിറ്റി ഒരു ഇൻസെക്യൂരിറ്റി വിത്തിൻ യുവർ സെൽഫ്. അല്ലാണ്ട് നമുക്ക് അവിടെ ട്രിഗർ ഉള്ളതുകൊണ്ടാണ് നമ്മളെ. ഇപ്പൊ ഞാൻ പറഞ്ഞത് കൊണ്ടാണോ നിങ്ങൾ ട്രിഗർ ആയത്? അല്ല, ഓൾറെഡി അവിടെ ട്രിഗർ ഉള്ളത് കൊണ്ടാണ് പറഞ്ഞത് ട്രിഗർ ചെയ്തത്. ഇതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ. ഇപ്പൊ നമ്മള് എന്നെ കണ്ടിട്ട് നീ യു ലുക്ക് ലൈക്ക് എൻ എലിഫന്റ് എന്ന് പറഞ്ഞാൽ നിനക്ക് വരെ പ്രാന്താണെന്നല്ലേ ഫസ്റ്റ് എനിക്ക് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇപ്പൊ എനിക്കാവുമ്പോ അല്ലേ, അതേ സമയത്ത് എന്റെ അടുത്ത് പറയണോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്യുന്നുണ്ടോ, മക്കളൊക്കെ ഭയങ്കര ഫൈറ്റ് ആണല്ലോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാനിങ്ങനെ ഫൈറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊരു സാധനം പെട്ടെന്ന് വരില്ലേ? മക്കളാകുമ്പോൾ ഫൈറ്റ് ചെയ്യണ്ടേ ശരിക്കും പറഞ്ഞാൽ, അവരങ്ങനെ അല്ലാണ്ട് എങ്ങനെ ജീവിക്കുക? ബട്ട് ദിസ് ഇസ് വിത്തിൻ മീ. ട്രിഗേഴ്സ് ആർ വിത്തിൻ മീ. ഇതാണ് പ്രശ്നം. അൺലെസ് യു നോ വേർ ആർ യുവർ വൾണറബിലിറ്റീസ്, ഇൻസെക്യൂരിറ്റീസ്, യുവർ പ്രോബ്ലംസ്, ആരെങ്കിലും എന്തെങ്കിലും ഒരു തമാശയ്ക്ക് പോലും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒഫൻഡഡ് ആവും. നമ്മൾ കൂട്ടായിരിക്കുന്നു, ബെസ്റ്റ് ഫ്രണ്ട്സ് ആവുന്നു, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒന്ന് പെണ്ണ് കണ്ടു, കുറച്ചൊരു മിണ്ടി, നമ്മൾ കല്യാണം കഴിച്ചു. അപ്പം നമ്മൾ എന്താ ചെയ്യാൻ പറ്റുമെന്ന് അറിയോ? ഞാൻ എപ്പോഴും പറയും നമുക്ക് നമ്മളായിട്ട് ഇരിക്കാൻ പറ്റുന്ന സ്പേസാണ് സേഫ് സ്പേസ്. അപ്പോൾ സ്വതവേ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ഒരു കളിയാക്കലാണ് എൻ്റെ ഒരു ജനറൽ പ്രകൃതം എന്ന് വിചാരിക്കുമോ? അപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് പാസ് ഓൺ ചെയ്താൽ എൻ്റെ ഹസ്ബൻഡ് അത് എടുക്കാൻ പറ്റാതിരിക്കാൻ പാടില്ലേ? അപ്പം ഞാൻ പറയാണ് നിങ്ങൾ എന്തെന്നാണ് ഒരു തമാശ പോലും മനസ്സിലാക്കുന്നില്ല. സ്റ്റാർട്ട്സ് എ ഫൈറ്റ്. Just because we are not embracing, I am not saying about respect. ഡിസ്റെസ്പെക്റ്റിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. മനസ്സിലായോ? അത് ഇതിനകത്തൊരു നാവിഗേറ്റഡ് സ്പേസ് ഉണ്ട്, അത് ഉണ്ടാവണം, എല്ലായിടത്തും ഉണ്ടാവണം. അതെപ്പോഴാണ് ഉണ്ടാവുക? നമ്മൾ പരസ്പരം മനസ്സിലാക്കുന്നു. അഡ്ജസ്റ്റ്മെന്റ് അല്ല, അണ്ടർസ്റ്റാൻഡിങ് ആണ്. മനസ്സിലാക്കി ആ പുള്ളി അങ്ങനെയാണ് എന്തും പറഞ്ഞ ഈ എന്താ പറയണ മറ്റുള്ളവരുടെ മുൻപിലിരുന്ന് ഭാര്യമാരെ കുറ്റം പറയുന്ന, തമാശ പറയുന്ന, അതല്ല ഉദ്ദേശിക്കുന്നത്. അതർവൈസ്
അങ്ങനെയല്ല. അതിനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ നമ്മളിപ്പോൾ ഈ സാരിയുടെ ഉദാഹരണമോ അല്ലെങ്കിൽ കറി ഉണ്ടാക്കിയ ഉദാഹരണമോ പറയുമ്പോഴത്തേനും ഇപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടിലൊക്കെ ബേസിക്കലി ഫുള്ള് ട്രോൾ ചെയ്യുന്നത് അവരാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഇപ്പം ഷൂട്ടിങ്ങിന് വരാണെന്നൊക്കെ പറയുമ്പോഴത്തേനും നെക്സ്റ്റ് എപ്പോഴാണ് ഇറങ്ങുക എനിക്ക് അവർ ആദ്യം ചോദിക്കുക. അതിന് എനിക്ക് ഒഫൻഡഡ് ആവാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ പറയും അത് ഞാൻ ചോദിച്ചിട്ട് പറയാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ എൻ്റെ അനിയൻ പറയും അങ്ങനെയാണെങ്കിൽ 2 ദിവസത്തേക്ക് ഞാൻ ഫോൺ എടുക്കുന്നില്ല. ഇതൊക്കെ ഒരു ഫണ്ടാണ് ഒരു പരിധി വരെ. ബട്ട് അതൊക്കെ എനിക്ക് ഭയങ്കര കൺസേൺ ആയിട്ട് തോന്നാവുന്ന കാര്യമാണ്. But it's about the triggers you have inside you. Correct. And it's always about the identity. You identify who you are as.